വെൽക്കം ടു ഈസി എക്സ്പോർട്സ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ആവശ്യം. കാരണം ഒരുപാട് ആൾക്കാർ ഇപ്പോഴും നമ്മൾ വിളിച്ച് ചോദിക്കുന്നുണ്ട് എക്സ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ഞങ്ങൾക്ക് അറിയില്ല എക്സ്പോർട്ട് ചെയ്യുന്നത്, ഇത് എക്സ്പോർട്ട് ചെയ്യുന്നത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണെന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ എക്സ്പോർട്ടിങ് ഒട്ടും കോംപ്ലിക്കേറ്റഡ് അല്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡോക്യുമെന്റേഷൻ ചെയ്ത് നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ഇവിടെ ഒരു പ്രൊഡക്റ്റ് നമുക്ക് നാട്ടിൽ തന്നെ എങ്ങനെയാണോ സെല് ചെയ്യുന്നത് അതേപോലെ തന്നെ, പക്ഷെ കുറച്ച് ഡോക്യുമെന്റേഷൻ ശ്രദ്ധിക്കാനുണ്ട്. അത്രയും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കാൻ പറ്റും. അപ്പൊ അത് എങ്ങനെയാണ്, അതിന്റെ സിമ്പിൾ പ്രോസസ്സ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി നമ്മുടെ റോസ്മേരി മേഡം എന്ന് നമ്മുടെ കൂടെ ഉണ്ട്. അപ്പൊ മേഡത്തോട് നമ്മളിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പൊ മേഡം അത് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യും. അപ്പൊ നമുക്കൊരു ഐഡിയ കിട്ടും എങ്ങനെയാണ് സിമ്പിൾ ആയിട്ട് എക്സ്പോർട്ട് ചെയ്യാന്നുള്ളത്. ഓക്കെ, അപ്പൊ മേഡം ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പൊ ഒരു ബയ്യറിന്റെ ഒരു ഓർഡർ വന്നു. അപ്പൊ ഓർഡർ നമ്മുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താണ് അടുത്തൊരു പ്രോസസ്സ് എന്താണ്? നമ്മൾക്ക് ബയറുടെ ഒരു എൻക്വയറി വരുവാണ് ഇപ്പൊ എത്ര പ്രോഡക്റ്റ് വേണം എന്നൊക്കെയുള്ള രീതിയിൽ വരുവാണെങ്കിൽ ആദ്യം തന്നെ നമ്മളുടെ ഇതനുസരിച്ച് അതിന്റെ ഒരു കൊട്ടേഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ്. കൊട്ടേഷൻ അയക്കുക, നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ വെച്ചിട്ട് ഒരു കൊട്ടേഷൻ അയക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രൊസീജിയർ. അപ്പൊ അത് അവരെ ആക്സെപ്റ്റ് ചെയ്യുവാണെങ്കിൽ അവർ അതിന് അഗേൻസ്റ്റ് നമ്മൾക്ക് പർച്ചേസ് ഓർഡർ തരണം. അത് ചിലപ്പോൾ അവർ ആ റേറ്റ് ചിലപ്പോൾ നെഗോഷിയേറ്റ് ആക്കി ചേഞ്ചസ് വരുത്താൻ സാധ്യതയുണ്ട്. അതാണ് ഫസ്റ്റ് പ്രോസസ്സ്. അതിനുശേഷം അവരൊരു പർച്ചേസ് ഓർഡർ നമുക്ക് തരുന്നു. ഓക്കെ, പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താണ്? പർച്ചേസ് ഓർഡർ അവര് അപ്പൊ നമ്മള് കസ്റ്റമറും നമ്മളും തമ്മിൽ നെഗോഷിയേറ്റ് ചെയ്ത് അതിന്റെ ടേംസ് ഒക്കെ ഫിക്സ് ചെയ്തതിന് നമ്മൾക്കൊരു പ്രൊഫോമ ഇൻവോയ്സ് അയക്കാം. നമ്മൾ കസ്റ്റമർക്ക് അയച്ചു, അതായത് നമ്മൾ ഫൈനലൈസ്. ഇപ്പൊ നമ്മൾ റേറ്റ് ഇപ്പം നമ്മുടെ കസ്റ്റമർ 10 രൂപ പറയുന്നു, നമ്മൾ 15 രൂപ പറയുന്നു, അവസാനം 13 രൂപയ്ക്ക് ഉറപ്പിക്കുന്നു. അത് ആ റേറ്റ് അടങ്ങുന്ന ഒരു ഫോം, അതിനാണ് പെർഫോമ ഇൻവോയ്സ് പറയുക അല്ലെ. അതിലെല്ലാ കണ്ടീഷൻസും ഉണ്ടാവും. ഏത് രീതിയിലാണ് നമ്മൾ സംസാരിച്ച് വെച്ച് ഫൈനലൈസ് ചെയ്ത കണ്ടീഷൻസ് എല്ലാം അടങ്ങുന്നതാണ് പെർഫോമ ഇൻവോയ്സ്. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ ക്ലയന്റിന് പെർഫോമ ഇൻവോയ്സ് അയച്ചു കൊടുത്തു. ഓക്കെ, പിന്നെ എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്താണ്? അത് പെർഫോമ ഇൻവോയ്സ് അയച്ച് അതും അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മള് പിന്നെ ഉള്ളത് നമ്മൾ അതിന്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ്. നമ്മളിപ്പോ എക്സ്പോർട്ട് ഓർഡർ എക്സിക്യൂട്ട് ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ക്ലോത്ത് ആണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത് വിചാരിക്കാം. അപ്പൊ നമ്മൾ പിന്നെ എന്ത് ചെയ്യണം? ക്ലോത്ത് പർച്ചേസ് ചെയ്യുന്നു, വേണ്ട രീതിയിൽ പാക്ക് ചെയ്യുന്നു. അത് കാർട്ടൺ ബോക്സിൽ പറയുന്ന ഒരു കാൽക്കുലേറ്റ് ചെയ്ത് പാക്ക് ചെയ്തു. അത് പാക്കിംഗ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇൻവോയ്സ്, അതിന് അഗേൻസ്റ്റ് ഇൻവോയ്സ് പ്രിപ്പയർ ചെയ്യാം. പിന്നെ അതിനോടൊപ്പം നമ്മൾക്ക് ശരിക്കും ഒരു എക്സ്പോർട്ട് ഓർഡർ ഇത് ചെയ്യുമ്പോൾ നമ്മൾക്ക് GST ആപ്ലിക്കബിലിറ്റി വരാതിരിക്കാനായിട്ട് നമുക്ക് LUT എന്ന് പറഞ്ഞിട്ടൊരു ഫോം, ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് എന്നാണ് പറയാ. അപ്പൊ അത് GSTയിൽ നമ്മൾ കൊടുക്കുന്ന ഒരു അണ്ടർടേക്കിംഗ് ആണ്. അത് നമുക്ക് വൺസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1 വർഷം മുഴുവനും നമുക്ക് അത് യൂസ് ചെയ്യാം. ആ LUT ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് GST അപ്ലൈ ചെയ്യാതെ തന്നെ നമുക്ക് സെയിൽ നടത്താൻ പറ്റും. ഓക്കെ, അപ്പൊ ഒന്ന് LUT വേണം. പിന്നെ ഉള്ളത് നമ്മൾക്ക് ഏതെങ്കിലും ഇപ്പം ക്ലോത്ത് ആണെങ്കിൽ AEPC, അപ്പാരൽ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ, അവരുടെ ഒരു രജിസ്ട്രേഷന്റെ സർട്ടിഫിക്കറ്റ്, അതിന്റെ രജിസ്ട്രേഷനും ആവശ്യമാണ്. റീസെന്റ്ലി ചെയ്തപ്പോൾ സഫർ എക്സ്പോർട്സിന്റെ ഒരു ലൈസൻസ് ആവശ്യമാണ്. അത് എടുക്കണം. അതും കൂടി വെച്ചിട്ട് വേണം നമ്മൾ. അപ്പൊ അവർക്ക് വേറെ എന്തെങ്കിലും ഡോക്യുമെന്റ്സ് ആവശ്യമുണ്ടോ? ഈ പാക്കിംഗ് ഇൻവോയ്സും ഇതേപോലെ തന്നെ പാക്കിംഗ് ലിസ്റ്റ് വേണം, ഇൻവോയ്സ് വേണം, ഇതില് AEPC രജിസ്ട്രേഷൻ വേണം, LUTയുടെ കോപ്പി വേണം. പിന്നെ ഇപ്പൊ നമ്മുടെ പ്രോഡക്റ്റ് വേറെ ഏതെങ്കിലും ഡ്രോബാക്ക്, ഡ്യൂട്ടി എക്സംഷനോ അങ്ങനെ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ള ഫുഡ് ചെയ്യുന്നെങ്കിൽ അതിനുള്ള വേറെ ലൈസൻസ് അപ്പൊ ഇത്രയും ലൈസൻസും കാര്യങ്ങളും റെഡിയാക്കി നമ്മൾ പ്രൊഡക്റ്റ് നമ്മൾ അയക്കാൻ റെഡിയായി. അത് കഴിഞ്ഞാൽ പിന്നെ ക്ലയൻസ് ചോദിക്കുമല്ലോ, ഇനി നിങ്ങൾ ഏത് ഫോർമാറ്റിൽ അയക്കുന്നത്? ഇപ്പൊ FOB ആണോ അല്ലെങ്കിൽ FOB ആണോ CAF ആണോ എന്നൊക്കെ ഉള്ളത് ആദ്യം തന്നെ നമ്മൾ ഈ പെർഫോമ ഇൻവോയ്സ് പ്രൈസ് നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്തെടുക്കും. അപ്പൊ എന്താണ് FOBയും അല്ലെങ്കിൽ CAF തമ്മിലുള്ള വ്യത്യാസം? FOB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മളുടെ കസ്റ്റംസ്
പോർട്ടിൽ എത്തിക്കുന്നത് വരെ, ബിൽ ഓഫ് ലാഡിംഗ് വരെ കൊച്ചിൻ പോർട്ടലാണെങ്കിൽ കൊച്ചിൻ പോർട്ടൽ എത്തിച്ച് അവിടെ ക്ലിയറൻസ് കഴിയുന്നത് വരെയുള്ള കോസ്റ്റ് നമ്മൾ എടുക്കും. അത് നമ്മൾ പ്രൊഡക്റ്റിൽ എന്നിട്ട് ആഡ് ചെയ്യും അല്ലേ? അതിന്റെ കോസ്റ്റും കൂടി ആഡ് ചെയ്തിട്ടുള്ള റേറ്റ് ആയിരിക്കും. ഓക്കെ. ഇപ്പൊ സപ്പോസ് ഇപ്പൊ നമ്മളൊരു പ്രൊഡക്റ്റ് 100 രൂപയ്ക്ക് മേടിക്കുന്നു, നമ്മൾ ആ പ്രൊഡക്റ്റിന്റെ FOB പ്രൈസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അത് അവിടെ നമ്മൾ പോർട്ടിൽ എത്തിക്കുന്നത് വരെയുള്ള ചാർജസ് കൂട്ടി ഒരു 102 രൂപയാണ് ടോട്ടൽ ചാർജ് എങ്കിൽ അതായിരിക്കും FOB പ്രൈസ്. ഈച്ച് പ്രൊഡക്റ്റിന് ആ ഒരു വ്യത്യാസമായിരിക്കും. അപ്പൊ CIF എന്ന് പറയുമ്പോൾ നമ്മൾ ഈ CIF എന്ന് പറയുമ്പോൾ നമ്മളുടെ പ്രോഡക്റ്റ് അവരുടെ പോർട്ടൽ എത്തുന്നവരേക്കുള്ള അമേരിക്കയിലാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പൊ ന്യൂയോർക്കിലേക്ക് എത്തുന്നത് വരെയുള്ള എല്ലാ കോസ്റ്റുകളും, ഫ്ലൈറ്റ് വരും, ഇൻഷുറൻസ് വരും, അങ്ങനെയുള്ള പിന്നെ ബാക്കി എല്ലാ ചാർജസ്, ഇപ്പൊ ലോഡിംഗ് ചാർജസ് അല്ലെങ്കിൽ ഇപ്പൊ അവിടുത്തെ ക്ലിയറിംഗ് ചാർജസ്, അവിടുത്തെ ക്ലിയറിംഗ് അവിടുത്തെ അല്ല ഇവിടുത്തെ നമ്മുടെ പോർട്ടലിലെ ഇവിടുത്തെ എന്തായാലും ക്ലിയറിംഗ് ചാർജസ് നമ്മൾ FOB ആണെങ്കിലും അതും കൂടി ചേർത്തിട്ട് വേണം. FOB ആണെങ്കിലും നമ്മൾ അതുകൂടെ ചേർക്കും. ഓക്കെ ഓക്കെ ഓക്കെ. അവിടുത്തെ പോർട്ടിലെ ക്ലിയറിംഗ് ചാർജ് നമ്മൾ എടുക്കേണ്ട കാര്യമില്ല, അവിടെ വരെ എത്തിക്കുന്ന ചാർജ് അതാണ് FOB CIF നമ്മളുടെ വ്യത്യാസം. ഓക്കെ. അപ്പൊ ബേസിക്കലി ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരുന്ന ഒരാൾക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പൊ ഇനിയിപ്പോ ഇങ്ങനെ ഒരാളെ എക്സ്പോർട്ട് ചെയ്യാൻ വരുന്നു, അവർക്ക് എന്തെങ്കിലും സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ മാഡത്തിന്റെ ഒക്കെ ഫേം ആയിട്ടുള്ള ബൈബീസ് സപ്പോർട്ട് ചെയ്യും? തീർച്ചയായിട്ടും. ബൈബീസ് എന്തൊക്കെ സപ്പോർട്ട് ആയിരിക്കും കൊടുക്കുന്നത്? ബൈബിസ് ഇതില് ഏറ്റവും സെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പുതിയൊരു സ്ഥാപനം തുടങ്ങുന്നത് മുതല് നമുക്കിപ്പോ ഈ കമ്പനി രജിസ്ട്രേഷൻ കാര്യങ്ങളുണ്ട്, GST രജിസ്ട്രേഷൻ ഉണ്ട്, I കോഡ് എടുക്കാനുള്ളതുണ്ട്, പിന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് അതിന്റെ അക്കൗണ്ട്സും കാര്യങ്ങളും അത് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതേപോലെയുള്ള എക്സ്പോർട്ട് ഓർഡർ വന്നു കഴിയുമ്പോഴുള്ള ഡോക്യുമെന്റേഷൻ കാര്യങ്ങളിലൊക്കെ സപ്പോർട്ട്, എല്ലാത്തിനും സപ്പോർട്ട് ഉണ്ടാവും. GST റിട്ടേൺ ഫയൽ ചെയ്യാൻ, അങ്ങനെ ഓഡിറ്റിംഗ് എല്ലാ കാര്യങ്ങളിലും സപ്പോർട്ട് ഉണ്ടാവും. അക്കൗണ്ടിങ് ഓഡിറ്റിംഗ് ഞങ്ങൾ ചെയ്യിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ മാഡം ഇപ്പൊ ഒരു ക്ലയന്റ് ഇപ്പൊ അവർക്കൊരു ഓർഡർ കിട്ടി, പിന്നെ ബൈബീസിനെ സപ്പോർട്ട് ചെയ്ത ബാക്കി കാര്യങ്ങളൊക്കെ ബൈബീസ് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുമോ? നമ്മൾക്ക് ഇപ്പൊ ഒരു ബയ്യർ റെഡിയായി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരുപാട് ആൾക്കാർ അങ്ങനെ വിളിക്കുന്നുണ്ട്, അവർക്കൊരു ഓർഡർ കിട്ടി, ഇനി എന്താ ചെയ്യുന്നത്, അടുത്ത സ്റ്റെപ്പ് എന്തൊക്കെയാണ് പറഞ്ഞു? അതിന് വേണ്ട ഗൈഡൻസ് കാര്യങ്ങളെല്ലാം ബൈബീസ് കൊടുക്കും. ഓക്കെ. ബൈബീസിന്റെ ഓഫീസ് അഡ്രസ് എന്താണ്? ഓഫീസ് അഡ്രസ് ആലുവയില് മെട്രോ സ്റ്റേഷന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരും. ഉളിയന്നൂരിലേക്ക് പോകുന്ന ജംഗ്ഷന്റെ അവിടെയാണ്. മെസ്കർ ആർക്കേഡ് എന്നാണ് ഞങ്ങളുടെ ബിൽഡിങ്ങിന്റെ പേര്. ഇവിടെ വന്ന ബൈബീസിന്റെ സെക്കൻഡ് ഫ്ലോറിലാണ്. അപ്പൊ ഇവിടെ വന്ന ബൈബീസിലെ ആളുകളെ മീറ്റ് ചെയ്തിട്ട് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. അപ്പൊ മാഡത്തിന് താങ്ക് യു. അപ്പൊ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഓൾമോസ്റ്റ് കാര്യങ്ങൾ മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പൊ എക്സ്പോർട്ട് ചെയ്യാനുള്ള സിമ്പിൾ പ്രോസസ്സ് അല്ലെങ്കിൽ സിമ്പിൾ മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് മാഡം ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇനി കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് എക്സ്പോർട്ടിനെ കുറിച്ച് അറിയണമെങ്കിൽ ഞങ്ങളുടെ ഓഫീസിൽ വന്നിട്ട് ഞങ്ങളുടെ ആളുകളുമായിട്ട് നേരിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതാണ്. ഓക്കെ. താങ്ക് യു ഫോർ വാച്ചിങ്.